ഹലോ, നമുക്കിന്ന് നല്ല കൂന്തൽ അല്ലെങ്കിൽ കണവ റോസ്റ്റ് എങ്ങനെയാണ് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതെന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യം നമുക്ക് കൂന്തലൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ റിങ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് കടായിൽ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഹോൾ സ്പൈസസും അതുപോലെ തന്നെ തേങ്ങാക്കുത്ത് ഇട്ടൊന്ന് നമുക്ക് സോട്ടേ ചെയ്യാം. തേങ്ങാക്കുത്തൊന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ടേ ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ച സവോള നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോട്ടേ ചെയ്യാം. എന്നിട്ട് ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് ഇത് കുക്കായി നല്ല സോട്ടായി ഗോൾഡൻ ബ്രൗൺ ആയി വരാൻ വേണ്ടി. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഇതിന് വേണ്ടിയ പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ഇച്ചിരി പെരിഞ്ചീരകം പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത്. ഇത് നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ ഇച്ചിരി ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മസാല മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ സ്ക്വിഡ് ഇതിനകത്ത് അല്ലെങ്കിൽ കൂന്തൽ നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു ലോ മീഡിയം തീയിൽ നമുക്കൊരു 5 മിനിറ്റ്സിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് തന്നെ കുറേ വെള്ളം ഇതിനകത്ത് ഇറങ്ങി വരും. എന്നിട്ട് വീണ്ടും നമുക്ക് വേണ്ടി അത്രയും വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വീണ്ടും ഒരു അടച്ചു വെച്ചൊരു 15 to 20 മിനിറ്റ്സ് ഒരു ലോ മീഡിയം തീയിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്വിഡ് ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല റോസ്റ്റ് ആക്കിയെടുക്കാൻ ഒരു മീഡിയം തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ടയായി എണ്ണയൊക്കെ തെളിഞ്ഞ് നമുക്ക് ആ വെള്ളമൊക്കെ അതിൻ്റെ ഗ്രേവിയൊക്കെ പറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ല കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലേ. ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.